യോനിയെ എങ്ങനെ വിരൽ കൊണ്ട് ഉണർത്താം? നിങ്ങൾ യോനിയെ ആദ്യം വിരൽ കൊണ്ട് ഉണർത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളും വിരലുകളും വൃത്തിയാണോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം യോനിയെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്നത് യോനിയിലെ ബാക്ടീരിയാസ് ആണ്. നിങ്ങളുടെ കൈകൾ വൃത്തിയല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലെ ബാക്ടീരിയാസ് യോനിക്കുള്ളിൽ പ്രവേശിക്കുകയും യോനിയിൽ ഇൻഫെക്ഷൻസും ചൊറിച്ചിലും വരാനുള്ള സാധ്യതകൾ കൂടുന്നു. അതുപോലെ തന്നെ നഖം വെട്ടി വൃത്തിയാക്കുക, അല്ലെങ്കിൽ യോനിയിൽ ചോര പുഴയൊഴുകും. യോനിയിൽ വിരൽ കൊണ്ട് ഉണർത്തുന്നതിന് മുമ്പ് ഫോർ പ്ലേ വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. അല്ലാതെ തുടക്കത്തിൽ തന്നെ ഇത് സുന്ദരിയല്ല എന്ന് ആരാ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഫിംഗർ ചെയ്യാൻ നിൽക്കരുത്. നമ്മളൊരു ഗെയിം കളിക്കുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഫിംഗറിങ്ങിന് മുന്നേ ഒരു വാമപ്പ് അത്യാവശ്യമാണ്. സ്റ്റാർട്ട് വിത്ത് എ കിസ് ഓർ ഹഗ്. പിന്നെ മുഖം മുഴുവൻ, കഴുത്തിന് ചുറ്റും, ഷോൾഡർ ബോൺസ്, 2 കൈകൾ, മുലകൾ, വയർ, പുറം ഭാഗം, വയറിനും യോനിക്കും ഇടയിലുള്ള ഭാഗം, ഉള്ളം തുടകൾ, തുടയുടെ പുറം ഭാഗം, കാൽമുട്ടിന് ചുറ്റും, മുട്ടിന് താഴെയുള്ള ഭാഗം, കാൽപാദം. ഇത്തരം ഭാഗങ്ങളിൽ കൈകൾ കൊണ്ടും ചുണ്ടുകൊണ്ടും ബാക്കി ശരീരഭാഗങ്ങൾ കൊണ്ടും ഉണർത്തിയതിനു ശേഷം നിങ്ങളുടെ പാർട്ട്ണർ നന്നായി ഉണർന്നു നിൽക്കുമ്പോൾ യോനിയെ വിരൽ കൊണ്ട് ഉണർത്താം. നിങ്ങൾ തുടക്കത്തിൽ തന്നെ യോനിക്കുള്ളിലേക്ക് വിരലുകൾ ഇടരുത്. നിങ്ങളുടെ വിരലുകൾ യോനിക്ക് ഔട്ടർ വാൾവയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ യോനിക്ക് പുറം ഭാഗത്ത് ചുറ്റും പതുക്കെ ഓടിക്കുക. അവിടെ നിന്നും യോനിയുടെ ചുണ്ടുകൾ അല്ലെങ്കിൽ ലാബിയയിലൂടെ വിരലുകൾ കൊണ്ട് മുകളിലേക്കും അടിയിലേക്കും അല്ലെങ്കിൽ ലാബിയയ്ക്ക് ചുറ്റും പതുക്കെ ഓടിക്കാം. ഏറ്റവും പതുക്കെയും ചെറിയ പ്രഷറിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ പ്ലഷർ കൂട്ടാൻ സഹായിക്കും. അടുത്തത് വാൾവ കപ്പിംഗ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ തരുന്ന ഒരു ടെക്നിക്ക് അടുത്ത റീലിൽ ഡിസ്കസ് ചെയ്യാം.